സ്റ്റാലിൻ്റെ തകർച്ചയ്ക്ക് കാരണം റീത്തയാണെന്ന് തിരിച്ചറിഞ്ഞ് അലീന അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീനയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഈ വന്ന ആളെക്കുറിച്ച് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞു എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ പറഞ്ഞല്ലേ, ആളുടെ പേര് കണ്ടില്ലേ, റീത്താമ്മ. ആ പെണ്ണുമ്പിള്ള കാരണം തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത് എന്ന് അലീനയുടെ മുൻപിൽ സ്റ്റാൻലി മനസ്സ് തുറന്ന് പറയുകയാണ്. ആ പുള്ളിക്കാരിയാണ് എൻ്റെ ഭാര്യയെയും മക്കളെയും എന്നിൽ നിന്നും അകറ്റിയത് എന്ന് പറയുന്നു. എന്നെ ഇവിടെ കൊണ്ടുവിട്ട് ഒറ്റയ്ക്ക് താമസിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു. പുള്ളിക്കാരിയുടെ ഭരണമാണ് പുള്ളിക്കാരിയുടെ വീട്ടിൽ എന്ന് പറയുന്നു. തുടർന്ന് ഞാനും ഭാര്യയും തമ്മിൽ ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങളെ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. അതിന് ഈ പുള്ളിക്കാരി അതിൻ്റെ ഇടയിൽ കയറി എല്ലാം വലിയ പ്രശ്നങ്ങളാക്കി മാറ്റി ഞങ്ങളെ രണ്ടുപേരെയും അകറ്റി എന്ന് പറയുന്നു. അതായത് ആരും സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ പെണ്ണും പിള്ളയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അറിയില്ലേ, ആ പുള്ളിക്കാരുടെ പേര് തന്നെ കേട്ടില്ലേ, റീത്താമ്മ. പേരിൽ തന്നെയുണ്ട് ഒരു റീത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, എവിടെയൊക്കെ സന്തോഷമുണ്ടോ ആ സന്തോഷമെല്ലാം തല്ലിക്കെടുത്തുന്നതാണ് ആ സ്ത്രീയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ സ്ത്രീക്ക് പിടിക്കുന്നില്ല എന്നും നമ്മുടെ സ്റ്റാൻലി അലീനയോട് വെളിപ്പെടുത്തുന്നുണ്ട്. മോളെ, സത്യം പറഞ്ഞാൽ നിനക്ക് വിഷമാവാതിരിക്കാനും സങ്കടാവാതിരിക്കാനും ആണ് ഇപ്പോൾ പപ്പ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്നു. നിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാനും കൂടി. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്കൊരു പേടിയോ സങ്കടമോ ഒന്നുമില്ല, എനിക്കാകെ പപ്പയുടെ കാര്യം ഓർത്ത് മാത്രമേ ടെൻഷനുള്ളൂ എന്ന് പറയുന്നു. പപ്പ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട പപ്പ, പപ്പ ഇപ്പോൾ തന്നെ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെയാണെങ്കിൽ എനിക്ക് സ്വത്തും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട എന്ന് പപ്പ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്? എനിക്ക് ഈ പപ്പയുടെ 1 രൂപ പോലും വേണ്ട എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അതെ, നീ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ സ്റ്റാലിയാണെങ്കിൽ, മോളെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിൻ്റെ കൂടെ ഈ പപ്പയുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല അവസ്ഥയായാലും നിന്നെ ഒരിക്കലും ഈ പപ്പ കൈവിടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ സ്റ്റാലി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അലീന തനിക്കെതിരെ വരുന്ന വലിയ വെല്ലുവിളികളും വലിയ പ്രശ്നങ്ങളെയും കുറിച്ച് ആലോചിക്കുന്നതിലുപരി ഈ റീത്താമ്മ എന്ന വ്യക്തി കാരണമാണ് തൻ്റെ പപ്പയുടെ ജീവിതം ഇങ്ങനെ ആയത് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ പപ്പയെ മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ റീത്താമ്മ എന്ന ശത്രുവിനെ ഇല്ലാതാക്കണമെന്ന് നമ്മുടെ അലീന തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ റീത്താമ്മയെ പൊളിച്ചെടുക്കാനായിട്ട് അലീന ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് റീത്താമ്മയുടെ വരവിനായി സ്റ്റാൻലി പപ്പയുടെയും സ്റ്റാൻലിയുടെ അമ്മയുടെയും, അതായത് ഭാര്യയുടെയും കൂടാതെ തന്നെ മക്കളുടെയും ഒത്തുചേരലിനായി അവരെ ഒന്നിപ്പിച്ചാൽ കഴിഞ്ഞാൽ പപ്പയുടെ പരമാവധി മദ്യപാനം കുറയുമെന്ന് അലീന തിരിച്ചറിയുന്നുണ്ട്. ഈ ഒറ്റപ്പെടുന്ന ജീവിതമാണ് പപ്പയെ ഒരുപാട് മദ്യപാനിയാക്കിയതും മദ്യത്തിന് അഡിക്റ്റാക്കിയതുമെന്ന് തിരിച്ചറിയുന്ന അലീന ആരും അറിയാതെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വല്യപ്പച്ചനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, തിരക്കുന്നു. ഏതാണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി വല്യപ്പച്ചൻ ഇനിയും എന്നിൽ നിന്നും ഒന്നും ഒളിക്കാനായിട്ട് ശ്രമിക്കേണ്ട, സത്യം മാത്രം പറയാനായിട്ട് പറയുമ്പോൾ വല്യപ്പച്ചനാണെങ്കിൽ കാര്യങ്ങളെല്ലാം നടന്നതുപോലെ പറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഒടുവിൽ പപ്പയുടെ ഈ മദ്യപാനത്തിന് ഏറ്റവും വലിയ കാരണം
ഈ റീത്താമ്മ എന്ന സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റീത്താമ്മയോ നിനക്കെങ്ങനെ അവരെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അവർ വന്ന കാര്യമൊക്കെ വല്യപ്പച്ചനോട് പറയുന്നുണ്ട്. വല്യപ്പച്ചൻ അതായത് കേണൽ സാബിൻ്റെ ഭാര്യയോട് ഒന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഈ റീത്താമ്മ ഒന്നിനും സമ്മതിക്കില്ലെന്നേ. ആ സ്ത്രീയാണ് എല്ലാത്തിനും പ്രശ്നക്കാരി എന്ന് പറയുന്നു. കാരണം വ്യക്തമാക്കുന്നു. ആ സ്ത്രീക്കുള്ള പണി അടുത്ത വരവിൽ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് അലീന മനസ്സിൽ പറയുന്നതോടൊപ്പം വല്യപ്പച്ചനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ പപ്പയുടെ മദ്യപാനവും ജീവിതത്തിനും വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് അലീന വല്യപ്പച്ചനോട് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. എന്തായാലും ഇനി നമ്മുടെ റീത്താമ്മയുടെ കാര്യം കട്ടപ്പുകയാണ് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കൂട്ടുകാരെ.